നമസ്കാരം, മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ഉണക്കക്കപ്പയും ചിക്കനും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇതിനെ കപ്പ ബിരിയാണി എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി ഉണക്കക്കപ്പ എടുത്തിട്ടുണ്ട്. പച്ചക്കപ്പയുടെ സീസണിൽ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി അടുപ്പത്ത് വെച്ച് വാട്ടിയിട്ട് വെയിലത്ത് ഉണക്കി സൂക്ഷിച്ച് വെക്കുന്നതാണിത്. ഇത് ഞാനൊരു 1/2 കിലോ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതൊരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട ശേഷം നമുക്കിതൊന്ന് ഒടിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് 4 മണിക്കൂർ മതിയാവും. ഇനിയിപ്പോൾ ഇച്ചിരി വലിയ കപ്പയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇത് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അതിങ്ങനെ ഒടിച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാടാണ്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ സ്ഥിരം ഈ പണ്ടിതായിരുന്നു. അപ്പോൾ ഇത് ഒടിച്ചെടുക്കാനൊരു നല്ല ജോലിയായിരുന്നു. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് നമുക്കിതൊന്ന് തിരുമ്മിയെടുത്താൽ മതിയാവും. ചെറുതായി കിട്ടും. പിന്നെ നമുക്കൊരു 1/2 കിലോ ചിക്കനും വേണം. ചെറുതായിട്ട് ഒടിച്ചെടുത്ത കപ്പ 3-4 തവണയൊന്ന് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് വേവുമ്പോഴേക്കും നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും സവോള ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണേ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് പച്ചമുളക് ഇടാം. അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടിട്ടൊരു 5-6 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇതിനകത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്തേക്ക് നമ്മുടെ കപ്പ എന്തായി നോക്കാം. കപ്പയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി ഇടുവാണേ. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവനുസരിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇടുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1-1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഈ സമയത്തേക്ക് നമുക്ക് ഈ കപ്പയുടെ അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വലിഞ്ഞിട്ടുണ്ട്. ഈ ചിക്കനൊക്കെ നമുക്കിനി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ആദ്യമേ നമ്മൾ ചെറിയ കഷ്ണങ്ങളാണ് എടുത്തതെങ്കിൽ ഇതിപ്പം വല്ലാതെ വെന്ത് കലങ്ങിയിട്ടുണ്ടാകും. ഇതിനി ഇങ്ങനെയൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന കപ്പയിടാം. ഇതിൻ്റെ മീതെ അരപ്പ് ചേർക്കാം. അരപ്പോടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റോടെ ചെറുതീയിൽ ഇരുന്നതിന് ശേഷം ഇത് നമ്മൾ തുറന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഉണക്കപ്പ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ നല്ലപോലെ കുത്തി ഉടച്ചുടച്ച് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഈ ചിക്കനും കപ്പയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. ഇതിനി നമ്മുടെ പച്ചക്കപ്പയെ പോലെ ഇത് കുഴഞ്ഞു വരത്തില്ല കേട്ടോ. ഇനി അങ്ങനെ കുഴയണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുക്കറിൽ വെച്ചാൽ മതിയാവും. പക്ഷേ കുക്കറിൽ വെക്കുമ്പോൾ ഉണക്കക്കപ്പയിൽ വെള്ളം കിട്ടാൻ ചാൻസ് ഉണ്ട്. പച്ചക്കപ്പ കൊണ്ട് നമുക്കിതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. അപ്പോൾ ഉണക്കക്കപ്പ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഉണക്കക്കപ്പയ്ക്ക് പകരം പച്ചക്കപ്പ കൊണ്ടും ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.